നമസ്കാരം. ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ തുറന്നാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു മുഖം രേണുവിൻ്റേതാണ്. രേണു സുധി എന്ന രേണുവിനെ സംബന്ധിച്ച് ഞാൻ അവസാനമായി ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അവർ കൈവിട്ടുപോയി. അതായത് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന പ്രശസ്തിയുടെ ഒരു മായാ ലോകത്ത് അവർ അകപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്കൊരു തിരിച്ചുവരവില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിന് ശേഷം ഈ രേണുവിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ പുറത്തു വന്നപ്പോഴും അതിനൊന്നും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് മിണ്ടാതിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ലൈവോ ഒരു വീഡിയോയോ മറ്റോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അതിൽ പറയുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ല, മുന്നോട്ടിനി ജീവൻ ഒടുക്കേണ്ട ഒരവസ്ഥയാണ്, എവിടെ തുറന്നാലും എന്നെ പറ്റിയുള്ള വാർത്തകളാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ആവർത്തിച്ച് ഇവർ ചോദിക്കുകയാണ്. നമുക്കറിയാം, മരണപ്പെട്ടു പോയ സുധിക്ക് ഒരു മകനുണ്ട്, ഒന്നല്ല രണ്ട് മക്കളുണ്ട്. അതിൽ ഇവരുടേതല്ലാത്ത, ഈ രേണുവിൻ്റേതല്ലാത്ത ഒരു മൂത്ത മകനുണ്ട്. കിച്ചു എന്നാണ്, രാഹുൽ ദാസ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. കിച്ചു എന്ന് എല്ലാവരും വിളിക്കും. അപ്പോൾ ആ പയ്യൻ ഇപ്പോൾ 21 വയസ്സുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ചതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളും അച്ഛൻ്റെ മരണസമയത്തെ ഓരോരുത്തരുടെ പെരുമാറ്റത്തെക്കുറിച്ചും മുന്നേ ഉണ്ടായിരുന്ന അമ്മമാരെക്കുറിച്ചും 2-3 അമ്മമാരെ പറ്റിയൊക്കെ കിച്ചു സുധി പരാമർശിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഈ രേണു സുധി എന്ന ഇപ്പോഴത്തെ അമ്മ അന്ന് സൂപ്പറായിരുന്നു, നല്ല രീതിയിലൊക്കെ എന്നോട് ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴുള്ള അവരുടെ ചില മോശമായിട്ടുള്ള പ്രവണതകളെ പറ്റിയൊക്കെ അല്പം മനുഷ്യത്തോടു കൂടിയൊക്കെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കിച്ചു സുധി തൻ്റെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണം ഈ രേണു സുധി നേരിട്ടു. അതിനെ തുടർന്നാണ് ഒരു വീഡിയോ എടുത്ത് എനിക്കിനി ജീവിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യത നമ്മൾ കുറേ അധികം സ്വകാര്യമാക്കി തന്നെ വെക്കണം. എല്ലാം തുറന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മുടെ കുടുംബജീവിതമോ സ്വകാര്യ ജീവിതമോ ഒരു തുറന്ന പുസ്തകമാക്കി വെക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് രേണു സുധിയുടെ കാര്യം. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ അല്ല എല്ലാം. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് കിട്ടുമ്പോൾ എനിക്ക് പേരും പ്രശസ്തിയുമായി, ഇനി എല്ലാം അതാണ്, എനിക്ക് ജീവിതകാലം മുന്നോട്ട് ജീവിക്കാൻ അതാണ്, എന്നെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊക്കെ എപ്പോഴും എൻ്റെ കൂടെ കാണും എന്നൊക്കെ കരുതും. പക്ഷേ എല്ലാ ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ തനിച്ചാകുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ നമ്മളൊന്ന് ഓർത്തെടുക്കുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട് എന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത ഇരിക്കുന്നത്, അല്ലെങ്കിൽ വിജയം ഇരിക്കുന്നത്. ഒരു 5 വർഷം മുമ്പുള്ള രേണുവിനെയും ഇപ്പോഴുള്ള രേണുവിനെയും കൂടി എടുത്താൽ അവരുടെ സംസാര രീതിയിലും പെരുമാറ്റത്തിലും അവരുടെ കാഴ്ചപ്പാടിലും ജീവിത രീതിയിലും ഒക്കെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുന്നിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. ആദ്യം രേണു ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ജീവിത ചെലവിന് വേണ്ടിയിട്ടോ ഓരോ റീൽസൊക്കെ ചിത്രീകരിക്കുമ്പോൾ നമ്മളെല്ലാവരും അതിനെ ന്യായീകരിച്ചു. ജീവിതമാർഗമല്ലേ, ഇവിടെ മഞ്ജു വാര്യർക്കും ഐശ്വര്യ റായ്ക്കും മാത്രം അഭിനയിച്ചാൽ പോരല്ലോ, അഭിനയിച്ച് ജീവിക്കട്ടെ, അഭിനയമല്ലേ. പക്ഷേ അതിനുശേഷം അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് രേണു സുധി കയറി. ഒരുപക്ഷെ നാട്ടുകാർ കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ ബലത്തിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ആ പ്രശസ്തിയുടെ ഒരു വെള്ളി വെളിച്ചത്തിൽ അങ്ങ് മുങ്ങി താണു പോയതായിരിക്കാം. ആ പ്രശസ്തി എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ തന്നെ 4 ആൾ അറിയാൻ തുടങ്ങി, എന്തോ താൻ ആയിക്കഴിഞ്ഞു എന്നുള്ള തോന്നലിൻ്റെ പുറത്തായിരിക്കാം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി. പിന്നിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബാറുകളുടെ ഉദ്ഘാടന സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഉദ്ഘാടനമൊന്നും നിർവഹിക്കുന്ന ആളായിട്ടല്ല, അവിടെ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഇടയ്ക്ക് മദ്യപിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നു. അതിനെല്ലാം ശേഷം ഇപ്പോൾ പ്രത്യേക സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. ചില വീഡിയോകൾ അതിൽ ലീക്കാകുകയും ചെയ്തു. പരസ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ച്, പൂർണ്ണമായിട്ടും ഡ്രസ്സ് ചെയ്ത് രേണു സുധി നിൽക്കുന്നു. എന്നാൽ ഈ പണം കൊടുത്ത് പ്രത്യേക സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് വേണ്ടി തുണി അവിടെയും ഇവിടെയും മാത്രം എടുത്തുകൊണ്ടും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുമൊക്കെ രേണു സുധി വീഡിയോകൾ ചെയ്യുന്നു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. നമ്മൾ ന്യായീകരിച്ച ആളുകളെ തന്നെ ചോദ്യചിഹ്നങ്ങളാക്കുന്ന, വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് രേണു സുധി ചെയ്തത്. സഹായിച്ചവരെല്ലാം കുറ്റപ്പെടുത്തി, വിമർശിച്ചവരെല്ലാം കുറ്റപ്പെടുത്തി. ആര് വിമർശിച്ചാലും അത് തന്നെ ഏൽക്കില്ല, തൻ്റെ ദേഹത്ത് പറ്റുന്നില്ലല്ലോ, അവരൊക്കെ വിമർശിക്കുന്നത് തന്നോടുള്ള കണ്ണുകടി കൊണ്ടാണ്, അവർക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് അവർ വിമർശിക്കുന്നു, വിമർശനത്തിന് എന്തുകൊണ്ട് താനിങ്ങനെ നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ രേണുവിന് കഴിഞ്ഞിട്ടില്ല. രേണു സുധി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ആ ആത്മാവിനെ പോലും വെറുതെ വിടാൻ രേണു തയ്യാറായില്ല. ഇപ്പോഴും രേണു സുധി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ ജീവിതം ബിസിനസ് ആക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടൊരു പ്രശസ്തിയോ എന്തെങ്കിലുമൊക്കെ സമ്പത്തോ നമ്മുടെ കയ്യിൽ വന്നു ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അതായത് ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ചേഞ്ചിനെയാണ് രേണു സുധി നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. നമുക്കെല്ലാവർക്കും പാഠം തന്നെ ആക്കാനുണ്ട് ഇത്. നമുക്കല്പം ആരോഗ്യമുള്ള സമയത്ത് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഒരു യൗവനം ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ ഇതൊക്കെ
നിലനിൽക്കുകയുള്ളൂ. അത്രത്തോളമെങ്കിലും നിലനിന്നാൽ നിലനിന്നു എന്ന് പറയാം. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഫെയിമാണിത്. ഇടയ്ക്ക് ബിഗ് ബോസിലൊക്കെ പോയി അങ്ങനെയൊക്കെ നേടിയെടുത്ത ഒരു പ്രശസ്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രേണുസുധി നാട്ടുകാരെയും വിമർശിക്കുന്നവരെയും എല്ലാവരെയും ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ അവരുടെ കുടുംബജീവിതത്തെ തന്നെ അത് ബാധിച്ചിരിക്കുകയാണ്. എത്രത്തോളം ആളുകൾ സഹായവുമായി സുധിയുടെ മരണശേഷം അവിടെ ചെന്നു. അവരാരും തന്നെ ഇപ്പോൾ രേണുസുധിയെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പോലും തയ്യാറാകുന്നില്ല. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ചിലപ്പോൾ മോശമാക്കിക്കൊണ്ട് സംസാരിക്കാൻ രേണു ഇപ്പോൾ തയ്യാറാവുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഞാൻ സബ്സ്ക്രിപ്ഷൻ കൊടുക്കും, എനിക്ക് പൈസ അടയ്ക്കുന്നവർക്ക് ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കും, ഇങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ തുണി എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഉടുക്കും, ഇതിനൊക്കെ എന്താണ് പ്രശ്നമെന്ന് ഈ രേണുസുധി ചോദിക്കുമ്പോൾ വളർന്ന മക്കൾ, 21 വയസ്സുള്ള ഒരു മകൻ, പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയാണ്, അവൻ്റെ അച്ഛനില്ല, അവനിപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്തുള്ള ആൾ രേണുവാണ്, താനാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അവൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേൾക്കത്തക്ക രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, കാണത്തക്ക രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ കഴിഞ്ഞ കാലത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. താൻ ഈ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആളാണോ? തൻ്റെ സംസ്കാരം ഇതായിരുന്നോ? തൻ്റെ ഭർത്താവിൻ്റെ പ്രശസ്തിയല്ലേ, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മരണമല്ലേ തൻ്റെ ഈ പ്രശസ്തിക്ക് വേണ്ടിയും തൻ്റെ ജീവിതമാർഗമായിട്ടും ഉപയോഗിക്കുന്നത്? അത് ശരിയാണോ എന്ന ഒരു ചിന്ത ഈ ഒരു ലേറ്റായ നിമിഷത്തിലെങ്കിലും രേണുവിൽ ഉണ്ടായാൽ അതൊരു മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാകും. ഈ രേണുവിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, ശീതളിന് വേറെ വിഷയമൊന്നുമില്ല, എന്തിനാണ് ഈ ഒരു വിഷയമൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ തകർച്ചയാണ്. ഉയർന്നതും താഴ്ന്നതും എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ ആകുമ്പോൾ അതിനെപ്പറ്റി ചില സമയത്ത് നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ന്യായമുള്ള എന്തിനേയും നമ്മൾ ന്യായീകരിക്കും, അല്ലേ? അത് ചിലപ്പോൾ അല്പം മോശമുള്ളതാണ് എന്ന് നമുക്ക് തോന്നിയാലും ചില സമയത്ത് നമുക്കതിനെ ന്യായീകരിക്കാൻ തോന്നും. ന്യായീകരിക്കാനുള്ള എന്തെങ്കിലും ഒന്നതിലുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ രേണുവിൻ്റെ ആ പെരുമാറ്റങ്ങൾ, ആ പ്രവൃത്തികൾ, പ്രവണതകൾ ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സർവനാശത്തിലേക്കാണ് രേണുവിൻ്റെ പോക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരുപാട് പേര് സ്പോൺസർ ചെയ്ത് ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് സ്കിൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് രേണുവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. നീ ഇതിനുള്ളതാണ് എന്ന് അവർ നിശ്ചയിക്കുന്നു. രേണു അതിനനുസരിച്ച് ഒരു പാവയെ പോലെ വേഷം കെട്ടി ആടുന്നു. ഒരുപാട് ആളുകൾ അത് മുതലെടുക്കുന്നു. അപ്പോൾ അധികം ആളുകളും അത് വിമർശിക്കുമ്പോൾ ശരി, നമ്മളെ സ്നേഹിച്ചിരുന്ന, ഒരു കാലത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമായിരിക്കാം നമ്മളെ വിമർശിക്കുന്നത് എന്നൊരു ചിന്ത രേണുവിൽ വരുന്നത് നല്ലതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ ബാലചന്ദ്ര മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ട് കാണപ്പെട്ടതിനെ തുടർന്ന് കുറേ അധികം ആളുകൾ അദ്ദേഹത്തിനോട് എന്ത് പറ്റി, വല്ല അസുഖവുമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാ ആളുകളും മോശം രീതിയിലല്ല ഇത് ചോദിക്കുന്നത്. നമ്മളോട് സ്നേഹമുള്ള ആളുകൾ നമ്മളോട് ചോദിച്ചെന്ന് വരാം, എന്ത് പറ്റി, അസുഖമാണോ? ഇപ്പം ഞാൻ നല്ല തടിച്ചിരുന്ന ഒരാളാണ്, പെട്ടെന്ന് എൻ്റെ വണ്ണം കുറയുമ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നവരുണ്ട്, അയ്യോ എന്തെങ്കിലും അസുഖമാണോ? എല്ലാ ആളുകളും നെഗറ്റീവായിട്ട് അല്ലെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കണം, അല്ലെ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, അവർക്കൊന്നും വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വല്ല അസുഖമുണ്ടോ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്, ക്ഷീണിതനായി കാണപ്പെടുന്നല്ലോ എന്നൊക്കെ. അവരൊക്കെ അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് വട്ടുപിടിച്ച് നടക്കുകയായിരിക്കും, അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരിക്കും, അവൻ്റെ ഒന്നും പോക്കറ്റിൽ 5 പൈസ കാണില്ല, ഒരു നാരങ്ങാ മിഠായി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്കിത് വാങ്ങിച്ചു തരാൻ കഴിവില്ലാത്തവനൊക്കെ ആയിരിക്കും എൻ്റെ സുഖവിവരം അന്വേഷിക്കുന്നത്. വീട്ടിൽ പോയാൽ കാണാം അച്ഛൻ സ്ട്രോക്ക് അടിച്ച് കിടക്കുന്നത്, ഭാര്യയ്ക്ക് വട്ടുപിടിച്ച് കിടക്കുന്നത്, എല്ലാ വീട്ടിൽ പോയാലേ കാണത്തുള്ളൂ. അപ്പോൾ മറ്റൊരാളുടെ സുഖവിവരം അന്വേഷിക്കുന്നത് പോലും അതെന്തോ മനുഷ്യനെ കളിയാക്കുന്നതാണ്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അതിലൊരാളാണ് ബാലചന്ദ്ര മേനോൻ എന്ന് എനിക്ക് മനസ്സിലായി. അവൻ്റെ പോക്കറ്റിൽ 5 പൈസ കാണത്തില്ല. അല്ല, എനിക്കൊണ്ട് കുഴപ്പമുണ്ട്, ഒരു നാരങ്ങ ഉണ്ടായിട്ടേ കൊള്ളാം, പിന്നെ കാണൂല. ഈ രേണു സുധിയുമൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. എല്ലാ മനുഷ്യരും അവരവരുടെ കാര്യം നോക്കി മാത്രം ജീവിക്കുക, മറ്റൊരാളുടെ കാര്യത്തിൽ കമൻറ്റ് ചെയ്യുകയേ ചെയ്യരുത്. മറ്റൊരാൾ എന്ത് മോശം ചെയ്താലും എന്ത് നല്ലത് ചെയ്താലും അത് അവരുടെ മാത്രം കാര്യമാണെന്ന് ചിന്തിക്കുന്നത് അബദ്ധധാരണയാണ്. മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയോ ഏതെങ്കിലും ഒരു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അടുത്ത മനുഷ്യനൊക്കെ ചേർന്ന് ഒരു ചങ്ങല പോലെയാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്. അതിൽ വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഒരാളുടെ ഉയർച്ചയും താഴ്ചയും, നല്ലതും ചീത്തയും, നന്മയും തിന്മയും എല്ലാം മറ്റൊരാളുടെ ഈ പറഞ്ഞതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് വിമർശിക്കുന്നവരെല്ലാം, അല്ലെങ്കിൽ തങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നവരെ എല്ലാവരെയും മോശക്കാരായിട്ട് ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നത്. ഒരാൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് അവരുടെ മാത്രം കാര്യമാണ്. ആ കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല.
പക്ഷേ ധാർമ്മികതയുടെ പേരിൽ, ധാർമ്മികതയുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളതിനെ വിമർശിച്ചെന്ന് വരും. ആ വിമർശനം അതിൻ്റേതായിട്ടുള്ള സെൻസിൽ എടുക്കാൻ കഴിയുമ്പോഴാണ് അറിവുള്ള ഒരു മനുഷ്യനാകുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ ആകാംക്ഷയുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതൂ.